ഗൈസ്, രാമായണ ഒഫീഷ്യൽ ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ആണിത്. അപ്പം നമുക്ക് നേരെ റിയാക്ഷനിലോട്ട് പോവാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പുതിയ ഒരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെ രാമായണ എന്ന് പറഞ്ഞ മൂവിയിലെ ട്രെയിലർ റിയാക്ഷനാണ് ഇന്നലെ വന്നിട്ടുണ്ട്. ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പം 4 മിനിറ്റും 10 സെക്കൻഡുമാണ് ട്രെയിലറിൻ്റെ ഡ്യൂറേഷൻ. ബാക്കി നമുക്ക് കണ്ടിട്ട് അഭിപ്രായം പറയാം. ഇതിൽ നമിത് മൽഹോത്രയാണ് ഇതിലെ ഡയറക്ടർ, നിതേഷ് തിവാരി, പിന്നെ രംബീർ, യശ് ഉണ്ട്, സായി പല്ലവി ഉണ്ട്, AR റഹ്മാൻ്റെ മ്യൂസിക്. ഇതൊക്കെ എടുത്ത് പറയേണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഒരു രക്ഷയും കാണൂല, മിക്കവാറും പൊളിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ബാക്കി നമുക്ക് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഹിന്ദി തന്നെ കാണാം, ഒറിജിനൽ തന്നെ കാണാം. ഹിന്ദി വലുതായിട്ട് മനസ്സിലാവില്ല, എന്നാലും സബ് ടൈറ്റിൽ വെച്ച് നമുക്ക് പിടിക്കാം. അപ്പോൾ ഒറിജിനൽ തന്നെ നമുക്ക് കാണാം. എന്തായാലും രംബീർ കപൂറും യഷിനെ ഒന്ന് കാണാനാണ്, വില്ലൻ രാവണനായിട്ടേ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞാനിത് കാണുന്നത്. അപ്പോൾ നേരെ നമുക്ക് റിയാക്ഷനിലോട്ട് പോവാം, എന്നിട്ട് ബാക്കി നമുക്ക് പറയാം. എനിക്ക് തോന്നുന്നു ഒരു അടിപൊളി റൈറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നേരെ റിയാക്ഷനിലോട്ട് പോവാം. മോനെ 8 ടൈം വിന്നിങ് അവാർഡ് യശ് മോനെ. ഓ तुम्हारा नया राजा. ഓ എൻ്റെ മോനെ. ഓ എന്താ വിഷ്വല്. ഓ മോനെ, യശിന്റെ എൻട്രി ഒരു രക്ഷയും കാണില്ല. ഓ അത് പൊളിച്ചേ. മോനെ ഓ सृष्टि पर संकट आया, भगवान विष्णु ने अवतार लेकर उसकी रक्षा. ഓ ആ തീയൊക്കെ അത്ര പോരാട്ടോ, സീരിയസ് തീ കുറച്ച് ഇതാക്കണം. അവര് ദേശ്പുത്രി മോനെ, രാമൻ വർമ്മ മോനെ എൻട്രി പൊളിച്ച്. ഓ നല്ല സിനിമാറ്റോഗ്രാഫി. ഓ കുറച്ചൊക്കെ ഓ മോനെ. അമ്മയായിരിക്കും, ഇത് അമ്മയാണ്. एक पुत्र होने के नाते अपने पिता के वचन का पालन करना मेरा कर्तव्य है. तुम्हारे लिए 14 वर्ष का वनवास. സായി പല്ലവി മോനെ പൊളിച്ചടിക്കേ. ഓ എന്താണ് ഇത്. उस वचन का क्या जो आपने मुझे विवाह के समय दिया था. अब हमारा भाग्य एक है, और भाग्य में जो भी लिखा है मुझे स्वीकार है. ഓ ഓ ഓ യശ് ഇതിൽ തകർത്ത കേട്ടോ, ഒന്നും പറയാനില്ല. ഇല്ലയായിരിക്കും ഇതില് കൂടുതൽ. രഘുൽപ്രീതുണ്ട്. ഓ राम से प्रतिशोध लिया जाएगा सुपर्णखा. न राम की मृत्यु साधारण होगी, ഓ न उसका अपमान. रावण तीनों लोगों का स्वामी है, तो तीनों लोगों के सामने उसका वध करूंगा. ഓ मैं अपनी सीता को वापस लूंगा. മോനെ. ഓ സീൻ സാധനം കേട്ടോ, രാവണയിൽ പൊളിക്കുക. റൂൾഡ് ബൈ റിവഞ്ച്. ഓ രാമ ബോൺ ടു പ്രൊട്ടക്ട്. ഓ മോനെ. ആൻഡ് ബിറ്റ്വീൻ ദം the greatest story of a mankind.
മ്യൂസിക് ബൈ AR റഹ്മാൻ. സമയം ഒരു സീൻ കൊടുത്തിട്ടുണ്ട് സായി പല്ലവിക്ക്, മിക്കവാറും പൊളിക്കും. ഓ അതിലൊക്കെ എന്തോ ഒരു ബോറുണ്ട് കേട്ടോ, ചെറിയ സീറ്റ്. രക്ഷയില്ല. ये राम के युग का आरंभ है. അവർ ട്രൂത്ത് അവർ ഹിസ്റ്ററി പൊളിച്ച് ഒരു രക്ഷയില്ല. സംഭവം പൊളിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു വമ്പൻ ഇതാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ചിലയിടങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. ഇത് കണ്ടിട്ട് ഫുൾ യശാണ് കൊണ്ടുപോയത്. യശ് തൂക്കിയത് പോലെ ഉണ്ട്. യശിന് വേണ്ടി ഉണ്ടാക്കിയ, രാവണ് വേണ്ടി ഉണ്ടാക്കിയ ഒരു ട്രെയിലർ പോലെ ഉണ്ട്. ഫുൾ അത് തന്നെയാണ് എടുത്ത് നിൽക്കുന്നത്. പുള്ളിക്കാരൻ്റെ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളും വരുമ്പോൾ തന്നെ മാറും. അത്ര ഒരു ഇത് രാവണ് തോന്നണില്ല. പക്ഷേ കൊള്ളാം. പക്ഷേ ചില സ്ഥലത്ത് CG വർക്കായാലും VFX ആയാലും പണി കൊള്ളൂലാത്ത കണക്ക് തോന്നിയിട്ടുണ്ട്. തീൻ്റെ കളറൊക്കെ ഒരുമാതിരിയാണ്. പിന്നെ അല്ലാതെ കുറേ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, അതൊക്കെ കൊള്ളൂലാന്ന് തോന്നുന്നു. പക്ഷെ ബാക്കിയെല്ലാം ഓവറോൾ നോക്കണമെങ്കിൽ ഒരു അടാറ് ഐറ്റം തന്നെ ആവാനാണ് ചാൻസ്. സായി പല്ലവി എനിക്ക് തോന്നുന്നു ഒരു രക്ഷയില്ല, അടിപൊളി റോളൊക്കെയാണെന്നാണ് തോന്നുന്നത്. സായി പല്ലവി ആദ്യം വന്നപ്പോൾ ഒക്കെ പൊളിച്ചിട്ടുണ്ട്, ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ഒരു വമ്പൻ പടമായിരിക്കാം. പിന്നെ ആദ്യം ഇതിൻ്റെ ഒരു സാധനം ഇറക്കി വിട്ടായിരുന്നു, അത് വൻ കൂറായിരുന്നു. അത് പറയാതിരിക്കാൻ വയ്യ. ഒന്നും ഒരു രസമില്ലായിരുന്നു, കാണാൻ പോലും തോന്നിയില്ല. ഇതിപ്പോൾ പിന്നെ ഒരു രസമുണ്ട്, ഒരു കാണാനായാലും ആ രക്ഷനെയും കാര്യങ്ങളെല്ലാം. മറ്റേതിലൊരു ജസ്റ്റ് ബാക്ക് ഒന്ന് കാണിച്ചിട്ടങ്ങ് പോയതേ ഉള്ളൂ. പക്ഷേ ഇതിലാണ് പുള്ളിക്കാരൻ്റെ മുഖവും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നത്. അത് തന്നെ നല്ല ഹൈപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ബാക്കി AR റഹ്മാൻ തകർത്തിട്ടുണ്ട്. മ്യൂസിക്കിൽ ഒരു രക്ഷയില്ല, നല്ല രീതിയിൽ തന്നെ പണിയെടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. AR റഹ്മാൻ്റെ ഒരു വമ്പനൊരു ഇത് തന്നെ ആയിരിക്കാം. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ കുറേ പേരുണ്ട് അല്ലാതെ തന്നെ. പിന്നെ രകുൽപ്രീത് ആണെന്ന് തോന്നുന്നു. അത് പുള്ളിക്കാരി റോള് അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി സായി പല്ലവിക്ക് എനിക്ക് തോന്നുന്നു സ്റ്റണ്ടും കാര്യങ്ങളും എന്തൊക്കെ ഉണ്ട്, അത് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും പൊതുവെ നോക്കണമെങ്കിൽ നല്ല ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. ബാക്കി നമുക്കിനി കാണുമ്പോൾ അറിയാം. കുറച്ചൊക്കെ ഇനി വർക്കൊക്കെ ഇനി ഒന്ന് ശരിയാക്കി എന്നാണ് കേട്ടത്, ശരിയാക്കിയിട്ടാണ് ഇത് ഇറക്കിയെന്നാണ് കേൾക്കുന്നത്. പക്ഷേ കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. ഇത് ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി ഇനി നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇതൊക്കെ ഒരു വലിയൊരു സ്കെയിലിൽ പറഞ്ഞ പടമല്ലേ രാമായണ, അപ്പോൾ ആ ഒരു രീതിയിൽ സെറ്റാക്കണം. പക്ഷെ എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട്. ബാക്കി ഇനിയിപ്പോൾ പടമൊക്കെ വരുമ്പം നമുക്ക് നോക്കാം. എന്തായാലും തകർത്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി നല്ല ട്രെയിലറായിട്ടാണ് ഫീലായത്. ബാക്കി ഇനിയിപ്പം ചില വർക്കുകളൊക്കെ ചെയ്ത് അവർ ഇറക്കിയ അടിപൊളിയായിരിക്കും. മിക്കവാറും വില്ലൻ ഈ സിനിമ കൊണ്ടുപോകാനുള്ള ചാൻസ് എല്ലാം കാണുന്നുണ്ട് യശ്. അപ്പോൾ നമുക്ക് എന്തായാലും എനിക്ക് പേഴ്സണലി ഓക്കെയാണ്. ട്രെയിലർ നല്ല ഇഷ്ടമായി. നിങ്ങൾക്ക് ഈ ട്രെയിലർ ഇഷ്ടമായോ ഇല്ലയെന്ന് കമൻറ്റിലൂടെ അറിയിക്കും. എനിക്ക് എന്തായാലും ഓക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇനി ആദ്യത്തെ ട്രെയിലർ ടീസറൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ റിയാക്ഷന് വ്ലോഗായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.